നമസ്കാരം, ഇൻസലിലേക്ക് സ്വാഗതം. ഏറ്റവും ഒടുവിൽ റഷ്യയും ഇസ്രയേലും നേർക്കുനേർ ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം തന്നെയാണോ സിറിയയിലെ സംഭവവികാസങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്നത് എന്നുള്ള ആശങ്ക പോലും ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ്. സിറിയൻ മേഖല സൈനിക കേന്ദ്രങ്ങളൊക്കെ തന്നെ ചാരമാക്കി ഇസ്രയേലി ഫൈറ്റർ ജെറ്റുകൾ പാഞ്ഞെടുത്ത വിവരം രാവിലെ മുതൽ തന്നെ അറിഞ്ഞതാണ്. ഭൂകമ്പ ബോംബുകളെന്ന് തന്നെയാണ് അവയെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഭൂകമ്പത്തിന് അനുസൃതമായി ഉണ്ടാകുന്ന ഭൂചലനം സമാനമായ രീതിയിൽ ഈ ബോംബാക്രമണത്തിലൂടെ ഉണ്ടാകുമെന്നും ഈ നൂറ്റാണ്ടിൽ തന്നെ ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ആക്രമണത്തിന് തന്നെയാണ് സിറിയ സാക്ഷ്യം വഹിക്കുന്നതെന്നാണ് ചിലർ നാട്ടുകാരൊക്കെ തന്നെ പരിഭ്രമിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനോടകം തന്നെ 800ഓളം ബോംബാക്രമണങ്ങൾ തന്നെയാണ് സിറിയൻ മണ്ണിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത്. ഇനി വിമത സഖ്യം തിരിച്ചടിക്കാനായി ഇസ്രയേലിനെതിരെ തിരിയുമോ എന്നുള്ള ആശങ്ക മാത്രമാണ് നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി സംഭവിക്കാനിരിക്കുന്നത് ഒരു വലിയ ഭീകര യുദ്ധത്തിലേക്ക് തന്നെ ആയിരിക്കും നയിക്കുന്നത്. ഇതുവരെ കണ്ട യുദ്ധമൊന്നും തന്നെ അല്ല എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. സിറിയയിൽ ഇസ്രയേലിന്റെ ആക്രമണം തുടർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ 5 മണിക്കൂറിനുള്ളിൽ മാത്രം സിറിയയുടെ പല മേഖലകളിലായി 60-ലധികം മിസൈൽ ആക്രമണമാണ് നടത്തിയത്. സിറിയൻ സൈനിക കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ആ സൈനിക കേന്ദ്രങ്ങളിലുള്ള ആയുധങ്ങൾ അത് ഇസ്രയേലിന് നേർക്ക് തിരിയുമെന്ന ഭയം തന്നെയാണ് ഒരു മുൻകരുതൽ നടപടി എന്ന നിലയിൽ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത്. തലസ്ഥാന നഗരമായ ഡമാസ്കസ് വിമതർ പിടിച്ചെടുക്കുകയും പ്രസിഡന്റായിട്ടുള്ള അസദ് രാജ്യം വിട്ടുപോവുകയും ചെയ്തതോടെ സിറിയയുടെ ഭരണം അനിശ്ചിതാവസ്ഥയിലൂടെയാണ്. എന്നാൽ നിലവിൽ HTS പറയുന്നതനുസരിച്ച് അടുത്ത ദിവസം മുതൽ തന്നെ സ്കൂളുകളും കോളേജുകളും ഒക്കെ തന്നെ പഴയ അവസ്ഥയിലേക്ക് വരുമെന്നും 80%-ലധികം കുട്ടികൾ സ്കൂളിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടാകുന്നുവെന്നു കൂടിയാണ്. എന്തായിരുന്നാലും ഈ സാഹചര്യം നല്ല രീതിയിൽ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിന്റെ ആക്രമണവും. സിറിയൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ശനിയാഴ്ച രാത്രിയാണ് 5 മണിക്കൂർ കൊണ്ട് 61-ലധികം മിസൈലുകൾ ഇസ്രയേൽ തൊടുത്തുവിട്ടത്. യുദ്ധ നിരീക്ഷകരായിട്ടുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരുടെ അഭിപ്രായത്തിൽ 2012 ശേഷം ആ മേഖലയിൽ നടന്ന ഏറ്റവും തീവ്രമായ ഒരു ബോംബാക്രമണം തന്നെയാണിത്. ഞായറാഴ്ച വൈകിയാണ് ഇസ്രയേൽ സിറിയയുടെ തീരപ്രദേശമായ ടാർട്ടസ് മേഖലയിൽ തുടർച്ചയായി തന്നെ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ, ഉപരിതലത്തിൽ നിന്നും ഉപരിതല മിസൈൽ വെയർഹൌസുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സൈനിക സൈറ്റുകളെ തന്നെയാണ് ലക്ഷ്യമിട്ടുകൊണ്ടിരുന്നത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നു. അത് വലിയ സ്ഫോടനങ്ങൾ തന്നെയാണ് അവിടെ നടന്നത് എന്നതിന്റെ തെളിവായി മാറുന്നു. 23ാം എയർ ഡിഫൻസ് ബ്രിഗേഡിന്റെ അടിത്തറയും അത്യാധുനിക ആയുധങ്ങളും സൂക്ഷിക്കാൻ ഉപയോഗിച്ച കേന്ദ്രങ്ങളും സൗകര്യങ്ങളും ഒക്കെ തന്നെ ഈ ആക്രമണത്തിലൂടെ തകർത്തെറിഞ്ഞുവെന്നാണ് ഒബ്സർവേറ്ററിയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഹിസ്ബുള്ള പോലുള്ള ശത്രുക്കളായിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് ഈ അത്യാധുനിക ആയുധങ്ങൾ ഒരുപക്ഷെ എത്തിച്ചേർന്നേക്കാം. സിറിയയുടെ അരക്ഷിതാവസ്ഥ മുതലെടുത്തുകൊണ്ട് ഹിസ്ബുള്ള ഈ ആയുധങ്ങൾ ശേഖരിച്ച് ഒരുപക്ഷെ നാളെ ഇസ്രയേലിന് നേർക്കൊരു ആക്രമണം നടത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് ഇതൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടു തന്നെയാണ് ഈ ആയുധങ്ങൾ എത്തുന്നത് തടയാൻ വേണ്ടി ഇസ്രയേൽ ദീർഘകാലമായി സിറിയൻ വ്യോമ മേഖലയൊക്കെ തന്നെ നിരീക്ഷിച്ചു പോന്നിരുന്നത്. സുരക്ഷാ ഭീഷണികളെ തടയാനും ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ സ്ഥിരത നിലനിർത്താനും വേണ്ടിയിട്ടാണ് തങ്ങളിപ്പോൾ ഈ നിമിഷത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഒരു കാരണവശാലും സിറിയയോടുള്ള വൈരാഗ്യമോ അവിടുത്തെ ജനതയോടുള്ള ശത്രുതാ മനോഭാവവും ഒന്നുമല്ല, തങ്ങളുടെ സുരക്ഷ മാത്രമാണ് മുൻകൂട്ടി കണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു സിറിയൻ വിമത സഖ്യം. വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി ഇക്കാര്യം തുറന്നു പറയുന്നു. സിറിയൻ വാർത്താ ചാനലിന് കൊടുത്ത അഭിമുഖത്തിലൂടെയാണ് ഇക്കാര്യം എടുത്തു പറഞ്ഞതും ഇസ്രയേലിന് ഒരു വലിയ മുന്നറിയിപ്പ് നൽകുന്നതും. പക്ഷേ ഇസ്രയേലിനോട് പോരാടാൻ തങ്ങൾക്ക് ഒരു തരത്തിലും താല്പര്യമില്ല, ഒരു യുദ്ധം തുടങ്ങിവെക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ സിറിയയ്ക്ക് നേർക്കുണ്ടാകുന്ന ആക്രമണത്തിനുള്ള പ്രത്യാക്രമണം അത് ഉറപ്പായും നൽകുമെന്നും സൂചിപ്പിക്കുന്നു. സിറിയയിൽ വ്യോമാക്രമണം നടത്താൻ ഇസ്രയേലിന് മുന്നിൽ ഇനി ഒഴിവുകഴിവുകളൊന്നും തന്നെ ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയൊരു ആക്രമണം നടത്തുകയാണ് അത് പരിധി കടന്ന ആക്രമണമായി നോക്കിക്കാണുമെന്നാണ് ജുലാനി വ്യക്തമാക്കുന്നത്. ഏകദേശം കുറേ വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിനും സംഘർഷത്തിനും ശേഷം തകർന്നടിഞ്ഞ് മണ്ണിൽ നിലംപൊത്തിയിരിക്കുന്ന സിറിയയിലെ ഇപ്പോഴത്തെ സാഹചര്യം പുതിയ സംഘർഷങ്ങളിലേക്ക് കടക്കാൻ ഒരു കാരണവശാലും തങ്ങൾ അനുവദിക്കില്ല എന്ന് ജുലാനി തന്നെ പറയുന്നു. സിറിയയെ നശിപ്പിക്കുന്ന സംഘർഷങ്ങൾ ഒരു കാരണവശാലും തങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല. രാജ്യത്തിന്റെ പുനർനിർമ്മാണം ഇത് തന്നെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. സിറിയ ആക്രമണത്തിനുള്ള വേദിയാക്കിയത് ഇറാനാണ്. അതിനുള്ള ഒരു അന്ത്യം കുറിക്കാനുള്ള വിപ്ലവമാണ് തങ്ങൾ നടത്തിയിരിക്കുന്നത്. അത് അതിലൂടെ സാധിച്ചിരിക്കുന്നു. അവരുമായി നിലവിൽ ശത്രുത ഒന്നും തന്നെ ഇല്ല എന്നും ജുലാനി പറയുന്നുണ്ട്. പക്ഷേ സിറിയൻ മണ്ണിൽ ഇനി ആക്രമണം നടത്തിയാൽ, സിറിയൻ മണ്ണ് മറ്റൊരു കലാപത്തിനായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ
അത് വലിയ ഭവിഷ്യത്ത്, വലിയ വില തന്നെയായിരിക്കും അവരൊക്കെ തന്നെ നൽകേണ്ടി വരുന്നത്. ആഭ്യന്തര യുദ്ധകാലത്ത് സാധാരണ ജനങ്ങളെ ആക്രമിച്ച് റഷ്യൻ സൈന്യത്തെ ജുലാനി കടന്നാക്രമിച്ചുവെങ്കിൽ പോലും ഇപ്പോൾ പൊതു താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് റഷ്യയുമായിട്ടുള്ള ബന്ധം പുനഃപരിശോധിക്കാൻ നിലവിൽ കഴിയുമെന്നാണ് ജുലാനി പറയുന്നത്. ഒരുപക്ഷെ ഇല്ല എങ്കിൽ ജുലാനിയുമായും റഷ്യയ്ക്ക് സംഘർഷത്തിൽ ഏർപ്പെടേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്രയേലിനെതിരെ യുദ്ധമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം അതെവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് പ്രവചനാതീതമാണ്. നിലവിലുള്ള സംഘർഷ സാഹചര്യമൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് വഴിയൊരുക്കരുത് എന്നുള്ള തീരുമാനം തന്നെയാണ് അന്താരാഷ്ട്ര ഏജൻസികൾക്കുമുള്ളത്. ആഭ്യന്തര യുദ്ധത്തിൽ അസദിന്റെ പ്രധാന സഖ്യകക്ഷി തന്നെയായിരുന്നു റഷ്യ. 2011 മുതൽ 2016 വരെയുള്ള ആഭ്യന്തര യുദ്ധകാലത്തും അതിനുശേഷമുണ്ടായിരുന്ന അസദിന്റെ പ്രധാന സംരക്ഷക കവചമായി റഷ്യ നിലനിന്നിരുന്നു. ഇപ്പോൾ 50 വർഷത്തിലധികമായി സിറിയ ഭരിച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭരണം നിലനിർത്താൻ റഷ്യ കൈയയച്ച സഹായമാണ് നൽകിയത്. 70 മുതൽ 2000 വരെ പിതാവിന്റെയും 2000 മുതൽ ഇതുവരെ അസദിന്റെയും ഭരണകാലത്ത് ഈ 50 കൊല്ലക്കാലം റഷ്യയുടെ സഹായം വിസ്മരിക്കാൻ കഴിയുന്നതല്ല. പ്രത്യേകിച്ച് സിറിയൻ ജനതയ്ക്കുമേൽ. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ പുറത്താക്കിയതിനു ശേഷം ഇസ്രയേൽ ഏറ്റവും കുറഞ്ഞ ദിവസത്തിൽ സിറിയയിലുടനീളം 800ഓളം ആക്രമണങ്ങൾ, വ്യോമാക്രമണങ്ങൾ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണത്തിൽ സിറിയയിലെ വ്യോമസേനാ കേന്ദ്രങ്ങളെ തന്നെയാണ്, താവളങ്ങളെ തന്നെയാണ് ലക്ഷ്യം വെച്ചതും, ഒപ്പം തന്നെ അവരുടെ ആയുധപ്പുരകളെയും. ഇതിനു പുറമെ തന്നെ തന്ത്രപ്രധാനമായ ഗോലാൻ കുന്നുകളിലെ ഭൂപ്രദേശങ്ങൾ വരെ ഇസ്രയേൽ കൈയടക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ ഗോലാൻ കുന്നുകളിൽ ഇസ്രയേൽ സിറിയൻ സേനകളെ വേർതിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പെട്രോളിംഗ് ബഫർ സോണിലേക്ക് ഇസ്രയേൽ സൈന്യം തന്നെ പ്രവേശിച്ചു. 1974 യുദ്ധവിരാമ കരാറിന്റെ ലംഘനമായി ഇതിനെ വിമർശിക്കുന്നു. ഗോലാൻ കുന്നുകളിൽ അധിനിവേശം നടത്തുന്നതിലുപരി അവിടെ ഒരു ജൂത സെറ്റിൽമെന്റുകൾ ഉടൻ തന്നെ കൊണ്ടുവരാനുള്ള ശ്രമം ഇസ്രയേൽ നടത്തിപ്പോകുന്നു. ഗോലാൻ കുന്നുകൾ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഇസ്രയേലിന് ഏറ്റവും അധികം വേണ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. ഇതിനായി ഈ പ്രദേശത്തെ സെറ്റിൽമെന്റുകൾ ഇരട്ടിയാക്കാനുള്ള നീക്കം നിലവിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രയേൽ മന്ത്രിസഭ അതിനുള്ള അംഗീകാരവും നൽകി. അതനുസരിച്ചുകൊണ്ട് സിറിയയിൽ നിന്നും പിടിച്ചെടുത്ത ഗോലാൻ മേഖലകളിൽ കൂടുതൽ ജൂത സെറ്റിൽമെന്റുകൾ ഇനി ഉണ്ടാകും. അതിനുവേണ്ടി പ്രത്യേകമായി $1.1 കോടി നീക്കിവെക്കുമെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഇതിനോടകം തന്നെ ഒട്ടനവധി ഇസ്രയേൽ ജൂത സെറ്റിൽമെന്റുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഡസൻ കണക്കിന് അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങളിലായി ഏകദേശം 31,000-ലധികം ഇസ്രയേലി പൗരന്മാർ അവിടെ കുടിയേറ്റക്കാരായി നിലനിൽക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.